നമ്മൾ നാളെ അഡ്മിറ്റ് ആവാൻ പോവാണ്. അപ്പം കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ നമ്മുടെ ചേച്ചിപ്പെണ്ണ് മടക്കി വെക്കുന്നതാണ് കാണുന്നത്. എല്ലാം തന്നെ മടക്കി വെക്കുകയാണ്. കുഞ്ഞ് ജബലായുണ്ട്, കെട്ടുടുപ്പുണ്ട്, അതെല്ലാം മടക്കി വെക്കുകയാണ്. പിന്നെ അതിനകത്തുള്ള ഓരോ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചേച്ചി മടക്കി വെക്കുന്നതാണ് കാണുന്നത്. ഫുഡെല്ലാം കട്ട് ചെയ്യണം. അതിനകത്ത് കട്ട് ചെയ്യുന്ന ഫുഡ് കഴിക്കാൻ നേരം നമ്മൾ വാവച്ചിയുടെ ഇവിടെ ടവലിടും, അപ്പം വീഴത്തില്ല. പിന്നെ ഓരോ ഉടുപ്പെടുത്ത് ഓരോന്ന് പറയുന്നതാണ്. ഫുഡ് കഴിക്കാൻ നേരം ഉടുപ്പേ വീഴും. അങ്ങനെ എന്നാ ചെയ്യും നമ്മൾ? എല്ലാത്തിനും ആൾക്ക് ടെൻഷന്. വാവച്ചിയുടെ ഓരോ കാര്യത്തിനും എന്നാ ചെയ്യും എന്നാ ചെയ്യത്തില്ല എന്ന് എല്ലാം മടക്കി വെക്കുകയാണ്. മടക്കി വെക്കുന്നുണ്ടിട്ട് സ്കൂളിൽ പോകാതിരിക്കാനുള്ള അടവാന്ന് തോന്നുന്നു. വാവച്ചിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള അടവുകളാണെന്ന് തോന്നുന്നു. ചേച്ചി ഏത് ഞങ്ങളെല്ലാവരും എന്നെ ഷൗട്ട് ചെയ്യാന്നറിയാം, പറയുന്നതൊക്കെ കേട്ടില്ലേ അല്ലേ? നല്ല കോട്ടൻ്റെ തുണി അതൊക്കെ. ഡൈനോസറാണോ? നമുക്കതെല്ലാം ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് വാവച്ചൻ്റെ ഫുൾ സ്ലീവ് ബിനീന് തണുപ്പൊക്കെ ആകുമ്പോൾ വൈകിട്ടിടാൻ. വീട്ട് തണുക്കത്തില്ലേ? പൊന്നിനും അത്ര എടുത്തല്ലേ ലുലുമാളി വെച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ. നല്ല കുടിയൊക്കെ ഉള്ള നല്ല തൊപ്പി നമ്മളല്ലാതെ മേടിച്ചിട്ടുണ്ട്. ക്യാപ്പ് നമുക്ക് ഞാൻ മേടിക്കാം, കൈ പോകില്ല കേട്ടോ. പ്രൈസ് ടാഗൊക്കെ പൊട്ടിച്ചെറിയുവാണ്. ചെറിയ ഉറക്കം ആൾക്ക് വരുന്നുണ്ട്. 10 മണി കഴിഞ്ഞ് എന്നിട്ട് മടക്കി വെച്ചിട്ടേ ഉറങ്ങുന്നുള്ളെന്ന് പറഞ്ഞ് ആഴ്ചയുടെ തുണിയെല്ലാം മടക്കി വെക്കുകയാണ്. വെൽക്കം ടു വാവയെന്ന് പറയണം. ചേച്ചി പറയണം, ചേച്ചി പറയണം. ക്യാപ്പ് സോക്സ് ഒക്കെ സോക്സ് മിസ്സില്ലേ? റിസീവിങ് ടവലാണ്, അതും മടക്കി വെച്ചു കഴിഞ്ഞു. ആൾക്ക് ഉറക്കം വന്ന് പെട്ടെന്ന് മടക്കി വെക്കുകയാണ്. ഇനി നമുക്ക് ശേഷം നാളെ അഡ്മിറ്റ് ആവും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.